നാട്ടാനകൾക്ക് മതിയായ വിശ്രമവും ഭക്ഷണവും നൽകാത്തതാണ് ആനകളിടയാൻ കാരണമെന്ന് ആനപ്രേമി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങൽ പറയുന്നു. വലിയ തുക നൽകി ആനകളെ എഴുന്നള്ളിപ്പിന് എത്തിക്കുന്നവർ മതിയായ ഭക്ഷണം നൽകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നിയമം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹരിദാസ് മച്ചിങ്ങൽ 24-നോട്. നിഖിൽ പ്രമേശിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്ത് ദിനം പ്രതി എന്നോണം ആനകളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുന്നു. കാട്ടാനകൾ ആളുകളെ ആക്രമിക്കുന്നു. നാട്ടാനകൾ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനും മറ്റും എത്തിക്കുന്ന ആനകൾ ജനങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിൽ ആനപ്രേമി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങൽ നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കാട്ടാനയുടെ കാര്യത്തിൽ നമുക്ക് നിസ്സഹായരാണ്. നാട്ടാനയുടെ കാര്യത്തിലെങ്കിലും എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള എഴുന്നള്ളത്തുകളും പള്ളിപ്പെരുന്നുകളും നേർച്ചകളും നിലനിർത്തുന്നതോടൊപ്പം തന്നെ നാട്ടാന പരിപാലന ചട്ടം കർശനമായി പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുകയുള്ളൂ. കാരണം നമ്മൾ കേരളത്തിലിപ്പോൾ നാട്ടാൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നതാണ്. ഉത്സവങ്ങൾ ഏകദേശം 900-ലധികം ആനകളുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 290-300 ആനകളെ വെച്ചിട്ടാണ് എഴുന്നള്ളത്ത് നടത്തുന്നത്. അപ്പോൾ ഒരു വിശ്രമമില്ലായ്മ അതിനകത്ത് വരുന്നൊരു ഘടകമാണ്. മാത്രമല്ല, ഒരു ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് പല ഉത്സവ കമ്മിറ്റികളും ലക്ഷങ്ങളും 10,000-ങ്ങളും കൊടുത്ത ആനകളെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എന്നാൽ ചില ഉത്സവ കമ്മിറ്റിക്കാർ അത് ആനകളെ പൈസകൾ കൊടുത്ത് കൊണ്ടുവന്നാലും അതിന് വേണ്ട വെള്ളമോ അല്ലെങ്കിൽ തീറ്റയോ ലഭ്യമാക്കുന്നതിന് അലംഭാവം കാണിക്കുന്നതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ സത്യം ആന കുത്തിയതല്ല, ആന പേടിച്ചോടിയതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ മരണപ്പെട്ടതാണ്. പക്ഷേ ഏതൊരു സംഭവമാണെങ്കിലും ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മുഴുവൻ 10,000-കണക്കിന് ഉത്സവങ്ങൾ നടക്കുമ്പോൾ ചില എണ്ണപ്പെട്ട ഉത്സവങ്ങളിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് വലിയൊരു ഈ മേഖലയെ, കാരണം ഉത്സവവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 6 മാസത്തോളം നമ്മുടെ കേരളത്തിലെ ഉത്സവകാലം 3 ലക്ഷത്തോളം കുടുംബങ്ങളാണ് ഇത് കഴിഞ്ഞു പോകുന്നത്. പക്ഷേ എന്നാൽ ഒരു പറ്റം ആളുകൾ ഇതിനകത്ത് അട്ടിമറി നടത്തുന്നു എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ ആന ഉത്സവങ്ങൾ വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം വിദേശ സംഘടന കൈപ്പറ്റി ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ആനകളുടെ ഒരു മതപ്പാടിന് സമയമാണോ ഇത്? കാരണം നിരന്തരം ഇങ്ങനെ സംഭവിക്കാൻ